തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബോഡിനായ്ക്കനൂർ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന കൊളുക്കുമലയിലേക്കുള്ള ഒരു ഓഫ് റോഡ് യാത്രയും കൊളുക്കുമലയിലെ വശ്യമനോഹരമായ സൂര്യോദയവും സിംഹപ്പാറയുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ. ഹായ് ഹലോ നമസ്കാരം, സുനോജ് കുര്യനാണ്. രാവിലെ കൊളുക്കുമലയിലെ സൂര്യോദയം കാണാൻ വന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കൊളുക്കുമലയിലേക്കുള്ള ഓഫ് റോഡ് ഡ്രൈവും അതുപോലെ കൊളുക്കുമലയുടെ മുകളിൽ നിന്നുള്ള സൂര്യോദയം ഒക്കെ ഒന്ന് കാണാം കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളുപ്പിനെ കൃത്യം 4:30 തന്നെ നമുക്ക് കൊളുക്കുമലയ്ക്ക് പോകാനുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ചിന്നക്കനാലിൽ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നും ഏകദേശം 45 മിനിറ്റ് യാത്രയുണ്ട് കൊളുക്കുമലയിലേക്ക്. ഇരുട്ടായതുകൊണ്ട് വഴിയിൽ നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നും കാണുവാനില്ല. സൂര്യോദയമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുമ്പോൾ നമുക്ക് ഓഫ് റോഡിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. അങ്ങനെ നമ്മൾ വെളുപ്പിനെ 5:50 കൂടി കൊളുക്കുമലയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7200 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. And how was your experience, off-road experience? Well, I don't think I've ever been so scared in my life. Driving next to you are scared of heights, huh? Yes. But I'm really enjoying the views. Okay. And I'm excited to see the sunrise. So let's go. Yes. ആൾക്കാർ ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്നുണ്ട് കേട്ടോ. No, not forest fire. ആൾക്കാർ ഇവിടെ തീ ഇട്ടിട്ടുണ്ട് കേട്ടോ. ദേ കണ്ടോ, എന്തുമാത്രം ജനങ്ങളാണ് ഈ കൊളുക്കുമലയിലെ സൂര്യോദയം കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി വന്നേക്കുന്നതെന്ന് നോക്കിക്കേ. വരുവിൻ, നമ്മൾക്ക് കൊളുക്കുമലയിലേക്ക് പോകാം. സൂര്യോദയത്തിൻ്റെ വശ്യതയാർന്ന സൗന്ദര്യം നമ്മൾക്ക് മനം കുളിർക്കെ ആസ്വദിക്കാം. മലനിരകളെ മുട്ടിയുരുമി നിൽക്കുന്ന മേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഉദിച്ചുയരുന്നത് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അറിയാതെ പുറത്തു വന്നു പോകുന്ന വാക്കുകൾ ഇങ്ങനെയായിരിക്കും: ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൂര്യോദയം കൊളുക്കുമലയിലാണ്. അങ്ങനെ സൂര്യോദയമൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ പതിയെ താഴോട്ട് പോരുകയാണ്. സത്യം പറയാലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു സൂര്യോദയം കാണുന്നത്. നമ്മൾ മേളിലോട്ട് പോയപ്പം താഴെ കുറച്ച് ടെൻറ്റുകളൊക്കെ കണ്ടായിരുന്നല്ലോ. ഇത് ഇവിടുത്തെ ഈ കൊളുക്കുമല കമ്പനി തന്നെയാണ് ഈ ടെൻറ്റിങ്ങിൻ്റെ ഫെസിലിറ്റീസൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അതുപോലെ താഴെ എത്തിക്കഴിയുമ്പം പിള്ളേർക്ക് കളിക്കുന്നതിന് വേണ്ടി ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൊളുക്കുമലയിലെ തണുപ്പിൽ ആവി പറക്കുന്ന ഒരു ചായ രാവിലെ ഞാൻ കുടിക്കാല്ലേ. എന്താ സുഖം! ഇത്രയും തണുപ്പ് പ്രതീക്ഷിക്കാതെയാണ് നമ്മളിങ്ങോട്ട് വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു സാധനങ്ങൾ പോലും എടുക്കാതെയാണ് ഞാൻ കയറി വന്നത്. ആ സൂര്യൻ അങ്ങ് ഉദിച്ചതിന് ശേഷം തണുത്ത കാറ്റിങ് വീശാൻ തുടങ്ങിയത് എൻ്റെ മുന്നേ ഒരു രക്ഷയില്ല. നല്ല കിടുക്കാച്ചി തണുപ്പാണ്. നമുക്കിങ്ങനെ കുറച്ച് ടീ പ്ലാന്റേഷനോട് ഒന്ന് നടന്നിട്ട് വരാം അല്ലേ. കൊളുക്കുമലയിലെ സൂര്യോദയമൊക്കെ അതിമനോഹരമായിരുന്നു കേട്ടോ. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് നേരിട്ട് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. അപ്പോൾ ഈ കൊളുക്കുമലയിലെ സൂര്യോദയം കാണാത്തവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എനിക്ക് ഇനിയും വീണ്ടും വന്ന് കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട് കേട്ടോ. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർക്കും കുഞ്ഞു കുട്ടികൾക്കും ഒക്കെ ഇങ്ങോട്ട് ഈ ജീപ്പിൽ കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കുലുങ്ങി വന്ന് കഴിയുമ്പോൾ നടുവിൻ്റെയൊക്കെ ഇടപാട് തരും. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് തന്നെ എല്ലാവരും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കുലുങ്ങിയുള്ള യാത്ര.
കൊളുക്കുമലയിൽ നിന്നും കുറച്ച് താഴോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനാണ് നമ്മുടെ സിംഗപ്പാറയുള്ളത്. അപ്പോൾ സിംഗപ്പാറ കാണുന്നതിനായി ഞങ്ങൾ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നും സഞ്ചാരികളുടെ സ്വർഗീയ ഭൂമിയാണ് ഈ അനുഗ്രഹീത മലനിരകൾ. അത് സൂര്യോദയമാവട്ടെ, തൊട്ടടുത്ത് നിൽക്കുന്ന ആളെപ്പോലും ഒരു നിമിഷം കൊണ്ട് മറച്ചു കളയുന്ന കുളിരുകൂരുന്ന കോടമഞ്ഞാവട്ടെ, മലനിരകളെ ചുംബിച്ചുകൊണ്ട് പാലുപോലെ പരന്നു കിടക്കുന്ന ഈ മേഘങ്ങളാകട്ടെ, എന്നും മനസ്സിലോർത്തു വയ്ക്കുവാൻ എന്തെങ്കിലും ഒന്ന് സമ്മാനിക്കാതെ ഒരു സഞ്ചാരിയെയും ഈ മലനിരകൾ മടക്കി അയക്കാറില്ല. ഈ പാറയുടെ ഒരു ഷെയ്പ്പ് കണ്ടില്ലേ? ഒരു സിംഹം അല്ലെങ്കിൽ പുലി ഒക്കെ വാ പൊളിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ നമുക്ക്? ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നതിനായി പ്രകൃതി ഒരുക്കിയ ഒരു കരവരുതാണിത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബോഡിനായ്ക്കനൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ കൊളുക്കുമല സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദും കൂടുമെന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ഉയരങ്ങളിലിരുന്ന് ചായ കുടിക്കുമ്പോഴല്ല, ശരിക്കും ഉയർന്ന സ്ഥലങ്ങളിൽ വളരുന്ന തേയില ഉപയോഗിച്ചുണ്ടാക്കിയ ചായക്കാണ് ഈ കൂടുതൽ സ്വാദ് കിട്ടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള തേയിലത്തോട്ടങ്ങൾ കൊളുക്കുമലയിലാണ് ഉള്ളത്. കോട്ടക്കുടി പ്ലാന്റേഷനാണ് ഇപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളുടെ എല്ലാം ഉടമസ്ഥൻ. 8651 അടി ഉയരമുള്ള മീശപ്പുലിമലയും 6988 അടി ഉയരമുള്ള തിപ്പാടമലയുമൊക്കെ കൊളുക്കുമലയുടെ പ്രാന്തപ്രദേശങ്ങളാണ്. ശരിക്കും ഈ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും അവിടേക്ക് എത്തിച്ചേരാൻ കേരളത്തിൽ നിന്ന് മാത്രമേ വഴിയുള്ളൂ. നമ്മുടെ മൂന്നാറിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കൊളുക്കുമലയിലേക്ക് ചിന്നക്കനാൽ സൂര്യനെല്ലി വഴിയാണ് പോകുന്നത്. സൂര്യനെല്ലി വരെ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരാം. സൂര്യനെല്ലിയിൽ നിന്നും DTPCയുടെ പെർമിറ്റുള്ള ജീപ്പുകൾക്ക് മാത്രമേ കൊളുക്കുമലയിലേക്ക് പോകുവാൻ അനുവാദമുള്ളൂ. DTPCയുടെ പെർമിറ്റുള്ള 200ഓളം ജീപ്പുകൾ കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. 2500 രൂപയാണ് ഒരു ജീപ്പിൻ്റെ ചാർജ്. ഒരു ജീപ്പിൽ മാക്സിമം 6 പേർക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദമാണുള്ളത്. സൂര്യനെല്ലിയിലെ DTPCയുടെ ഓഫീസിൽ നിന്നുമാണ് കൊളുക്കുമലയ്ക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് എടുക്കുന്നത്. നമ്മൾ രാവിലെ വന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നതുകൊണ്ട് DTPCയുടെ ഓഫീസിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒന്നും വീഡിയോ എടുത്തില്ല. രാവിലെ 4:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഓഫീസിൻ്റെ പ്രവർത്തന സമയം. നമുക്ക് DTPCയുടെ ഓഫീസിൽ നിന്നും ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെയുള്ള ജീപ്പുകളിൽ കയറി മുകളിൽ പോകാം. ചിന്നക്കനാലിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന റിസോർട്ടുകാർ ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നതുകൊണ്ട് രാവിലെ തന്നെ ജീപ്പ് വന്ന് ഞങ്ങളെ റിസോർട്ടിൽ നിന്നും പിക്ക് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ജീപ്പ് ഡ്രൈവറുടെ കയ്യിലാണ് പൈസ കൊടുത്തിരുന്നത്. ജീപ്പ് ഡ്രൈവർ സൂര്യനെല്ലി DTPC ഓഫീസിലെത്തി ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റും എടുത്തുകൊണ്ട് വന്നു. ചിന്നക്കനാലിൽ ഉള്ള റിസോർട്ടുകളിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്താലും സൂര്യനെല്ലിയിലെ DTPC ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ജീപ്പ് പിടിച്ചാലും 2500 രൂപ തന്നെയാണ് ചാർജ് വരുന്നത്. സൂര്യനെല്ലിയിൽ നിന്നും 13 കിലോമീറ്റർ അകലെയുള്ള കൊളുക്കുമലയിൽ പോയി വരുന്നതിന് ഏകദേശം 4 മണിക്കൂർ എടുക്കും. രാവിലെ 4:30 തന്നെ പോവുകയാണെങ്കിൽ സൂര്യോദയത്തിൻ്റെയും വൈകുന്നേരം പോവുകയാണെങ്കിൽ സൂര്യാസ്തമയത്തിൻ്റെയും ഒക്കെ മാസ്മരിക സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. ഇടസമയങ്ങളിൽ പോവുകയാണെങ്കിൽ ഓഫ് റോഡിൻ്റെ ഭീകരതയും തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് സിംഹപ്പാറയും ഒക്കെ കണ്ട് തിരിച്ചു പോരാം. എല്ലാവരും രാവിലെ തന്നെ പോയി സൂര്യോദയത്തിൻ്റെ ഭംഗിയൊക്കെ മതിയാവുവോളം ആസ്വദിക്കണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അങ്ങനെ നമ്മൾ കൊളുക്കുമലയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചെത്തി കേട്ടോ.
അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് കേട്ടോ. ആരോഗ്യമൊക്കെ ഉള്ള സമയത്തേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് മാക്സിമം ആൾക്കാരൊക്കെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പം പോകേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗിൽ തന്നെ പോകണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സൂര്യോദയത്തിൻ്റെയൊക്കെ ആ ഒരു ഭംഗി, മനോഹാരിതയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ കൊളുക്കുമലയിലെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാവേ. ബൈ.